ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂന്തലൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇത്രയും കൂന്തലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ഒന്ന് രണ്ടെണ്ണം നമുക്ക് കുറച്ച് വലുത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ചെറിയ കൂന്തലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഈ കൂന്തൽ വെച്ചിട്ടാണ്. നമ്മുടെ കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി റെഡി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ ഒരു മിക്സ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കുക. അര കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന കൂന്തലിനനുസരിച്ചും ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടൊരു തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി വെച്ചാൽ ഇത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അരച്ചെടുക്കുന്നില്ല. അപ്പം നമ്മൾ 1 സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കും വേണ്ട. ഇതുപോലെ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, നമുക്കിതുപോലെ അങ്ങ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇതുപോലെ നമ്മുടെ തേങ്ങയുടെ മിക്സ് അങ്ങ് റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വലിയുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 വലിയുള്ളിയാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് വാട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് വഴണ്ട് കിട്ടും. അപ്പോൾ നമുക്കതുപോലെ അങ്ങ് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പേസ്റ്റാക്കിയിട്ടല്ല, ചതച്ചെടുത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കൂന്തലിൻ്റെ തലയും വേറെ 2 എക്സ്ട്രാ കൂന്തലും കൂടെ ഇതുപോലെ കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേറെ വെള്ളം ചേർക്കൊന്നും വേണ്ട, കാരണം നമ്മൾ കൂന്തൽ തന്നെ ഉണ്ടാവും അത് വേകാനുള്ള വെള്ളം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തലയും വേറെ 2 എക്സ്ട്രാ കൂന്തലും കൂടെ നമ്മളിതിലേക്ക്
ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ കൂടെ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ കൂന്തൽ നിറച്ചത് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേകാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 2-3-4 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടങ്ങ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ ഉപ്പില്ലേന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കൂന്തലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് വെന്തിട്ടില്ലേന്നൊക്കെ നോക്കിയിട്ട് ഈ സമയമാകുമ്പോഴത്തേന് തന്നെ ഇത് റെഡിയായിട്ട് നല്ലതുപോലെ തന്നെ വെന്തിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കൂന്തലൊക്കെ നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ തീ സിമ്മിലിട്ടിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചാൽ നമ്മുടെ റെസിപ്പിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ തേങ്ങയുടെ മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ സമയത്താണ് നമ്മുടെ ആ തേങ്ങയുടെ മിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് റെഡിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ടത് ചെയ്തെടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതങ്ങ് ചെയ്തെടുത്തുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതുപോലെ കൂന്തൽ വെന്തതിന് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2-3-4 മിനിറ്റ് അതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫില്ലിങ് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഒരു 2-3-4 മിനിറ്റ് ഇതുപോലെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് തന്നെ നമുക്കിതുപോലെ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഇതിൽ ഇളക്കിയിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് കഴിക്കുമ്പോൾ നല്ല പൈസ ആവുമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം മുഴുവനായിട്ട് അതുപോലെ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചൂടാറിയിട്ട് ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ കൂന്തലും ഇതെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ് നിറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിറക്കുന്ന ടൈമിൽ നമ്മൾ നല്ലതുപോലെ കുത്തി നിറച്ചങ്ങ് കൊടുത്താൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിയിട്ട് പോവും. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഓവറായിട്ട് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. ഒരു പാകത്തിന് ഫില്ല് ചെയ്തെടുത്താൽ മതി. നമുക്ക് കാണുമ്പോൾ ഫില്ലിങ് കുറവാന്നൊക്കെ തോന്നിയാലും അത്രയും ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ചെയ്തെടുത്താൽ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടി വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കൈ കൊണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കൂന്തലിൻ്റെ ഉള്ളിലും ഇതുപോലെ നമ്മുടെ ഫില്ലിങ് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു ടൂപ്പിക്ക് എടുത്തിട്ട് അങ്ങ് കുത്തി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഏറ്റവും വലിയ കൂന്തലെടുത്തിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പൊട്ടുകയും ചെയ്തു. അപ്പോൾ ഫില്ലിങ് അത്ര കുത്തി നിറച്ചാക്കണ്ട, അത് വെന്ത് കഴിയുമ്പോൾ പൊട്ടിയിട്ട് വരും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ടൂപ്പിക്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കുത്തി കൊടുത്താൽ മതി തലഭാഗം. വേണമെങ്കിൽ നമ്മുടെ കൂന്തലിൻ്റെ തലഭാഗമൊക്കെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് മുഴുവനായിട്ടും എല്ലാ ഫില്ലിങ്ങും നിറച്ചെടുത്തിട്ട് വരാം. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കൂന്തലിലും നമ്മുടെ ഫില്ലിങ് അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയൊന്നുമല്ല ചെയ്യുന്നത്, നമ്മളിതൊന്ന് ആവി കയറ്റിയെടുത്ത് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ നമ്മുടെ കൂന്തളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3 സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളം ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഞാനത് 3 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. 3 വിസിൽ മാത്രം വരുന്നത് വരെ ഗ്യാസിൽ വെച്ചാൽ മതി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 3 സ്പൂണ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം കൂടി പോകരുത്. ഇനി നമുക്ക് വീണ്ടും ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ തീ സിമ്മിലിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂണ് മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് പോലെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലപ്പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കൂന്തൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ അത്യാവശ്യം നമ്മൾ ഒഴിച്ച് കൊടുത്തതിലും കൂടുതൽ വെള്ളമുണ്ട്. നമ്മുടെ കൂന്തലിലൊക്കെ ഉള്ള വെള്ളമാണ്. ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വലിയ കൂന്തലിൽ നമ്മൾ ഫില്ലിങ് ഓവറായിട്ട് നിറച്ച് കൊടുത്തിട്ട് അത് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വെള്ളം ഇതിലങ്ങ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് നല്ലതുപോലെ തന്നെ വറ്റിയിട്ട് വരും. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഈ വെള്ളം ഇതിലങ്ങ് മുഴുവനായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചോട്ട് കൊടുത്തിട്ട് ആ മസാല 2 ഭാഗത്തേക്കും ഇതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തിരിച്ചും മറിച്ചോട്ട് കൊടുത്തിട്ട് ആ വെള്ളം മുഴുവനായിട്ടും അങ്ങ് വറ്റിച്ചെടുക്കാം. 2-3-4 മിനിറ്റ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ മസാല നമ്മുടെ കൂന്തലിൽ നല്ലതുപോലെ തന്നെ അങ്ങ് പിടിച്ച് വരും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള മസാല മാത്രമായിട്ടുണ്ട്. ആ വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂട് കൊടുക്കാനൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കൂന്തൽ നിറച്ചതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ അത്രയും ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നമ്മൾ ഒത്തിരി പൈസ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.